ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം കുറേ ദിവസമായി, ഒരു 2 ആഴ്ചയിൽ കൂടുതലായി പുതിയൊരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ട്. സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 1 ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് ഇടയ്ക്കൊക്കെ കുറേ സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടന്നു. അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. മറ്റേ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തതും, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടന്നു. കുറേ വിഷയങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടന്നു. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കും. എന്താണ്, അപ്പോൾ എനിക്കും എൻ്റെ ഈ ചാനലിലൂടെ എൻ്റേതായ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സാഹചര്യത്തിലെ ഒരു കാര്യമാണ്. അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അകാലമായ മരണം, അദ്ദേഹം ആത്മഹത്യ ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യം. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ഈ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. എനിക്കറിയാം മാധ്യമങ്ങളിലൂടെ വരുന്ന പല കാര്യങ്ങളും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കൂടുതൽ എക്സ്ട്രാ ഒക്കെ ആയിരിക്കുമല്ലോ പറയുന്നത്. അപ്പം നമുക്കെല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത സത്യമായി ആണ്. അദ്ദേഹം തനിയെയാണ്, അദ്ദേഹം തോക്കുപയോഗിച്ച് തനിയെ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഒരു IT റെയ്ഡ് നടന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയത്തില്ല. പലരും പറയുന്നു അദ്ദേഹത്തിന് മാനസിക സംഘർഷമാണ്. ആ മാനസികമായ സംഘർഷത്തെ അദ്ദേഹത്തിന് അതിജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് മറ്റുള്ളവർ അറിയും എന്നുള്ളത് കൊണ്ടുള്ള നാണക്കേടായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം ഇനി ജയിലിൽ പോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അദ്ദേഹം ആത്മഹത്യ ചെയ്ത്. എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന കാര്യമാണ് എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ CJ റോയി എന്നുള്ള പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെയൊക്കെ സ്പോൺസർ പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബിൽഡിങ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ CJ റോയി എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടില്ല. അത് എൻ്റെ പ്രശ്നമായിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും നോളജേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ മരിച്ചപ്പോഴാണ് ഈ CJ റോയി എന്നുള്ള പേര് ഞാൻ കേട്ടതും, ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് എന്നുള്ളതും, ഇത്രമാത്രം സ്വാധീനമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു കോടീശ്വരനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അത് എൻ്റെ പ്രശ്നമായിരിക്കും. എനിക്കത്രയും ജനറൽ നോളജേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയത്തില്ല. പക്ഷേ മരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ധനികനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു. ഒരുപാട് കാറുകളും പൈസയൊക്കെ ഒരുപാട് പേർക്ക് കൊടുക്കുന്ന, സഹായിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു എന്നുള്ളതും ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം വളരെ ദുരൂഹമാണ്. നമ്മൾ പറയും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എത്തപ്പെടുന്ന വ്യക്തികൾ മനസ്സ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മളുടെ ജീവിതത്തിലായാലും നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളെ ആരും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് വിശ്വസിക്കുന്നവർ മാറിപ്പോകുന്ന കാര്യങ്ങൾ, എന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയാം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഇതിനെല്ലാത്തിനും പരിഹാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ അത്ര എളുപ്പമല്ല. പക്ഷേ അന്നേരം അത് ആ മൊമെൻറ്റിൽ ആ വ്യക്തികൾക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയുള്ളൂ, അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു മരണത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും റിയലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സെന്താണോ എപ്പോഴും സത്യസന്ധമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലെങ്കിലും ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കണം.
അപ്പോൾ മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കാണുമ്പോൾ കളിയാക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇദ്ദേഹം മനുഷ്യനെ സംബന്ധിച്ച് CJ റോയിയെ സംബന്ധിച്ച് അദ്ദേഹം ജീവിതത്തിൻ്റെ എല്ലാ ആർഭാടങ്ങളും എല്ലാം എൻജോയ് ചെയ്ത് വന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു പോകുന്നതോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രമാത്രം അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ താഴാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കാനോ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത്. ആത്മാഭിമാനം എന്ന് പറയുന്നത് കൂടുമ്പോൾ ദുരഭിമാനമാവും. ആ ഒരു ലെവലിലേക്ക് ഒരു പക്ഷേ എത്തിയിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനൊരു തോന്നലുണ്ടായത്. ഒരു പക്ഷേ അദ്ദേഹം ചിലപ്പോൾ നിരപരാധിയായിരിക്കാം, അദ്ദേഹത്തിന് വെറുതെ ആയിരിക്കാം, അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ സംശയിച്ചതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തിനത് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മുടെ ഈ ഒരു കേരള സമൂഹത്തിൻ്റെ പൊതുവേ ഒരു ചിന്തയെന്ന് പറയുന്നത് ഈ പൈസയൊക്കെ ഉള്ളവരോടൊക്കെ ഒരു അസൂയ. നമ്മൾ വിചാരിക്കും അവരൊക്കെ പെട്ടെന്നുണ്ടായത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ നമ്മൾ വെറുതെ ആയാലും ഒക്കെ പറയും. ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും ഒക്കെ ആയാലും പെട്ടെന്ന് അവർക്ക് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും അവർ വെറുതെ ഒന്നും ഉണ്ടാക്കിയതായിരിക്കത്തില്ല, അവർ ഒരുപാട് പേരെ കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. അപ്പോൾ ഈ അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിന് ചെയ്യുന്നവർ അവരുടെ അധ്വാനം അതിനകത്തുണ്ടല്ലോ, അപ്പോൾ അതിനെ നമ്മളെപ്പോഴും വാല്യൂ ചെയ്യണം. അപ്പോൾ ഈ IT റെയ്ഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ വേണം എന്നുള്ളതും, പൈസ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ നേടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും എല്ലാവർക്കും പൈസ അവരുടെ ആവശ്യത്തിന് പൈസ ഉള്ളവരായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി അത് വലിയ രീതിയിൽ ഡെവലപ്പായി. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ വലിയ ബിസിനസ്മാൻമാരെയൊക്കെ പെട്ടെന്ന് നമ്മൾ കുറ്റം പറയുന്നതിനെക്കാട്ടിലും അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരുപക്ഷെ അവരുടെ ഒരു സാഹചര്യം, ഇപ്പം ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങി ഒരു വലിയൊരു ബിസിനസ് ആകുമ്പോഴത്തേക്ക് അത് നിലനിർത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അവരുടെ കൂടെ നിൽക്കുന്നവരെ ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ കളിപ്പിക്കാം, അവർ പറ്റിക്കും, എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, എന്തെല്ലാം സമ്മർദ്ദങ്ങളായിരിക്കും ഇവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ IT റെയ്ഡ്, ഇൻകം ടാക്സ് റെയ്ഡ്, അതുപോലെ തന്നെ ED അന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് സമ്മർദ്ദം, അതിലും അപ്പുറമുള്ള സമ്മർദ്ദമായിരിക്കും. അപ്പം നമ്മുടെ ഈ മനുഷ്യർ കുറച്ച് നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നവരോടൊക്കെ നമുക്കൊരു അനുഭാവം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും അവരെ അടച്ചാക്ഷേപിച്ച് അവർ കള്ളന്മാരാണ് അല്ലെങ്കിൽ അവരെല്ലാം തട്ടിപ്പുകാരാണ് എന്ന് നമ്മൾ പറയരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഈ വാർത്തകളിലൊക്കെ ഇങ്ങനെ IT റെയ്ഡ്, ED റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയങ്കര കുറ്റക്കാരാക്കും. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർക്ക് അറിയത്ത് പോലുമില്ല എത്ര രൂപ ടാക്സ് അടയ്ക്കണം, അതിൻ്റെ നിയമങ്ങൾ എന്താണെന്നൊന്നും ചിലർക്ക് അറിയത്തില്ല. കാരണം അത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പം ചിലപ്പോൾ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആത്മാർത്ഥത വേറൊരാൾക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ അവർ പറ്റിക്കാം, അങ്ങനെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഒരു തലപ്പത്തിരിക്കുന്ന അത്രയും സമ്മർദ്ദം ഒരുപാട് കാര്യം അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം ആയിരിക്കാം. ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യരുത്, ഒരുപക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ലൊരു സുഹൃത്ത് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ലൊരു സൗഹൃദം, വിശ്വസിക്കാൻ പറ്റിയൊരു സൗഹൃദം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഒരുപക്ഷെ ആ ഒരു മൊമെൻറ്റിൽ എല്ലാവരും അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം ഒരു വലിയ ധനികനായിട്ടും അദ്ദേഹം വലിയ കോടീശ്വരനായിട്ട് ജീവിക്കുന്നു, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു
അവസ്ഥയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ആ ഒരു കോടീശ്വരൻ്റെ മനസ്സിലും ഒരുപാട് സങ്കടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അപ്പം നമ്മൾ പലപ്പോഴും ഒരുപാട് പൈസ ഉള്ളവരെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തും, അവർക്ക് അഹങ്കാരമായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലും ഒരു മനസ്സുണ്ടായിരിക്കും, വേദനിക്കുന്ന അവരുടെ മനസ്സിലും അവരുടെ ആ ഒരു മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. വെറുതെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സാഹചര്യമായിരിക്കാം അദ്ദേഹത്തെ ഇങ്ങനൊരു ക്രൂരമായ ഒരു കൃത്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. അപ്പോൾ നമ്മളൊരു പൗരരെന്ന നിലയിൽ, ഇപ്പം നമ്മൾ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അനുഭാവപൂർവ്വം മറ്റുള്ളവരോട് എല്ലാവരോടും അനുഭാവപൂർവ്വം പെരുമാറാം. അതുപോലെ തന്നെ ബി ട്രൂത്ത്ഫുൾ, ബി റിയൽ. നമ്മളെന്താണോ അങ്ങനെയായി ജീവിക്കുക. നമ്മൾ ഇല്ലെങ്കിൽ നമ്മളുള്ളതുപോലെ അഭിനയിച്ച് ജീവിക്കുകയോ, അല്ലെങ്കിൽ വലിയ കടമാണെങ്കിൽ നമ്മൾ ആർഭാടം കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെന്താണോ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ ആരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, കുറ്റപ്പെടുത്തിയില്ലെങ്കിലും നമ്മളെന്താണോ അതായിരിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുക. നമുക്ക് ഒരുപാട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നമ്മുടെ പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ അതൊരു സത്യമായ കാര്യമാണ്. പക്ഷേ നമുക്കൊരു കുറവുണ്ട് എങ്കിൽ ആരും നമ്മളോടൊപ്പം ഉണ്ടാവത്തില്ല. അവർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് പ്രയോജനമുണ്ട്, നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് അവർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇൻ കേസ് നമുക്കൊന്നുമില്ല, നമ്മൾ കാരണം ഒരു പ്രയോജനം ഇല്ലെങ്കിൽ ആരും നമ്മുടെ കൂടെ കാണത്തില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഉള്ളവരുടെ കൂടെ ആൾക്കാർ കൂടത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കൂടെ ഒരുപാട് പേര് കൂടുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുക. അല്ലാതെ നമ്മുടെ ഇല്ലാത്ത അവസ്ഥയിൽ കൂടെ നിൽക്കുന്നവർ അപൂർവം മാത്രമായിരിക്കും. എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വിളിച്ചു പോകുന്നവരായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ. അതുകൊണ്ട് നമ്മൾ കൂടെ നിർത്തുന്നവരെ, ഇപ്പം വലിയ ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ വലിയതായിട്ട് ശ്രദ്ധിക്കണം. കാരണം വലിയ ഒരു പോസ്റ്റിലൊക്കെ എത്തുമ്പം നമ്മൾ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവരെയൊക്കെ നമ്മൾ വിശ്വസിക്കും. ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്ത് സ്നേഹം അഭിനയിച്ചൊക്കെ വരും. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവരൊന്നും റിയൽ അല്ല. ഇവരൊക്കെ നമ്മുടെ ഒപ്പം കൂടുന്നത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു പരാജയം വരട്ടെ, നമ്മുടെ ഭാഗത്തൊരു ചെറിയൊരു തെറ്റ് വരട്ടെ, അപ്പോൾ ഇവരായിരിക്കും ഏറ്റവും കൂടുതലത് വിളിച്ചു പോകുന്നത്. അപ്പോൾ ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഞാൻ വേറെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത് വിചാരിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു പയ്യൻ ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും പറയാതെ ഞാനിപ്പോൾ ഈ ഒരു വിഷയം എടുത്തതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും എല്ലാവരും കൂടുതലും ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയം ആയതുകൊണ്ടാണ് ഞാൻ ഇന്നിത് പറയുന്നത്. പിന്നെ ചിലപ്പം ഞാൻ ഒന്നും എഴുതി വെച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അതുപോലെ ഷെയർ ചെയ്യാണ്. ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ, ഏറ്റവും എൻ്റെ അടുത്തൊരു സുഹൃത്തിനോട് പറയുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒച്ചയൊക്കെ കുറവാണ്, ചുറ്റും സൗണ്ടുണ്ട്. അപ്പുറത്ത് ഒരു മരം മുറിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഒച്ചയാണ്. ഞാൻ വേറൊരു കൃത്രിമത്വവും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അതൊന്നും ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ എഡിറ്റൊക്കെ ചെയ്ത് വേണം യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാൻ. അതാണ് നല്ലത് എപ്പോഴും. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കൂടുതൽ സമയം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ റെക്കോർഡ് ചെയ്ത് അതുപോലെ അങ്ങോട്ട് ഒരു എഡിറ്റിംഗ് ഇല്ലാതെ ഞാനങ്ങ് അപ്ലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് 2-3 വീഡിയോസൊക്കെ ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇടയ്ക്ക് 2-3 വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ മൊത്തം ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, എനിക്കറിയത്തില്ല ഈ വീഡിയോ ഒന്നും എല്ലാവരും കേൾക്കുമോ, എല്ലാവർക്കും സമയമുണ്ടോ ഒന്നൊന്നും. ഞാനിത് പറയുന്നത് വെറുതെ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ സുഹൃത്തിനോട് നമ്മളുടെ മനസ്സിലുള്ള ഒരു കാര്യം പറയുമ്പോൾ
നമുക്കൊരു റിലാക്സേഷൻ കിട്ടത്തില്ല. അതുപോലെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിലൊരു റിലാക്സേഷൻ ഒരാളോട് പറയുകയാണ്, ഇതാണ് കാര്യം. അപ്പോൾ ഈ മനുഷ്യൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇനി കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനങ്ങനെ കൂടുതൽ ഈ ടി വി ഒന്നും കാണുന്ന ഒരാളല്ല. ഞാൻ കൂടുതലും യൂട്യൂബൊക്കെ ആയിരുന്നു. പണ്ടായാലും അങ്ങനെയൊന്നും കാണുന്ന ഒരാളൊന്നുമല്ല. ഐഡിയ സ്റ്റാർസിങ്ങറൊക്കെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ എപ്പോഴൊന്നും കാണുന്ന ഒരാളൊന്നുമല്ല. പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മരണത്തിലൂടെയാണ് സി.ജെ. റോയ് എന്ന വ്യക്തിയെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരുപാടൊന്നും എനിക്കറിയത്തില്ല. ഈ മാധ്യമങ്ങളിലൂടെ വന്ന കാര്യങ്ങളും പിന്നെ യൂട്യൂബേഴ്സൊക്കെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മരണം ഒരു ദുഃഖമാണ്, ഒരു ദുരന്തമാണ്. ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എത്ര പ്രശ്നങ്ങളെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള മനക്കരുത്ത് എന്ത് വന്നാലും സഹിക്കാനുള്ള ഒരു ഉൾക്കരുത്ത് നമുക്കുണ്ടായിരിക്കണം. ഇനി ആരും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലേക്ക് എത്തപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. റിയലായിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരൊന്നും പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പോകരുത്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ പുകഴ്ത്താനും നമ്മുടെ കൂടെ വരാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും. നമുക്കൊരു വീഴ്ച വന്നാലും നമ്മളെ ഒന്ന് നോക്കാനോ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ ആരും ഉണ്ടാകത്തില്ല. നമ്മൾ എപ്പോഴും പറയത്തില്ല, ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്നുള്ളൊരു വീഴ്ച ചെറുതായിരിക്കും, പക്ഷെ നമ്മളൊരു വലിയ സ്റ്റെപ്പ് കയറി ഹൈറ്റ് വന്നിട്ട് വീഴുമ്പോൾ അത് ഭയങ്കര ഒരു വലിയ വീഴ്ചയായിരിക്കും. അതുപോലെയാണ് ഇതുപോലെയാണ് വലിയൊരു വ്യക്തിയായിട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയൊരു വീഴ്ചയാണ്. ഉന്നതത്തിൽ നിന്നുള്ള വീഴ്ച എന്ന് പറയുന്നത് വളരെ ഒരു വീഴ്ചയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ സ്റ്റെപ്പ് വെക്കുമ്പോൾ മുതൽ നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ബൈബിളിലൊരു വാക്യമുണ്ട്, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ ഞാൻ അധികാരിയാക്കും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വീഴ്ച വരുത്തരുത്. നമ്മൾ ഇപ്പം ആത്മാഭിമാനം വേണം, ദുരഭിമാനം ഒന്നും പാടില്ല. നമ്മുടെ എല്ലാവർക്കും വീഴ്ചകളൊക്കെ വരാം. അപ്പോൾ നമ്മൾ ആരെയും കൂടുതൽ കളിയാക്കരുത്. ഒരാൾക്കൊരു ചെറിയ വീഴ്ച വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ആഘോഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇന്നത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഘോഷിക്കാനോ ഒന്നും പോകരുത്. കാരണം ഇതൊക്കെ ആർക്കും എപ്പോഴും സംഭവിക്കാം, നമുക്ക് സംഭവിക്കാം. അപ്പോൾ നമ്മൾക്ക് ബി കൈൻഡ് ടു അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും കൈൻഡായിരിക്കുക. ആരെ വെറുതെ ജഡ്ജ് ചെയ്യരുത്. അവരിന്നതാണ്, ഇങ്ങനെയാണ്, ഒരുപാട് പൈസ ഉണ്ടായതുകൊണ്ട് അവർക്കങ്ങ് അഹങ്കാരമാണ്, ആർഭാടമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ബി കൈൻഡ് ടു അതേഴ്സ്. ഓരോരുത്തരുടെയും ജീവിതം എന്താണെന്ന് നമുക്കറിയത്തില്ല. അത് അവരവർ അനുഭവിക്കുന്ന അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇന്ന ആളാണ്, ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അവരുടെ ജീവിതം എന്താണ്, അവരുടെ ജീവിതത്തിൽ ഇവിടെ കടന്നുപോയവരുടെ കാര്യങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഞാൻ കുറേ വീഡിയോസ് കുറേ വീഡിയോസ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള കുറച്ച് പറയാനുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് കഥകളൊക്കെ വായിക്കുന്നത്, പുസ്തകങ്ങൾ വായിക്കുന്നത്, അതിനകത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കറൻ്റ്ലി കുറച്ച് സമയത്തിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. എന്നാലും സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ആരോടുന്നില്ലാതെ എനിക്ക് പ്രിയപ്പെട്ട ആരോ കേൾക്കാൻ ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുണ്ട്, എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് എന്നുള്ള വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഇടുന്നത്. ഇപ്പോൾ എനിക്ക് 3 സബ്സ്ക്രൈബേഴ്സായി, മൂന്നാമത്തെ ഒരാളെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതാരാണെന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്കങ്ങനെ യൂട്യൂബ്സിൻ്റെ വലിയ ഫീച്ചേഴ്സൊന്നും എനിക്കറിയില്ല. പതുക്കെ പഠിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബറിന് എനിക്ക് ഒരുപാട് നന്ദി. ഏതോ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ എന്നെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ ആരോടും എന്നെ പേഴ്സണലി ഈ ശബ്ദം കേട്ടിട്ട് ആർക്കെങ്കിലും എന്നെ മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും കേട്ടോ? കുറേ പേര് വ്യൂസൊക്കെ ഞാൻ കണ്ടു കുറച്ച് പേര്. അത് മൊത്തം ഈ വീഡിയോസൊക്കെ മൊത്തം എല്ലാവരും കാണുന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഞാൻ നോക്കും. ഇപ്പം എനിക്കതിനെപ്പറ്റി കൂടുതൽ നോക്കാനും അറിയില്ല. അപ്പോൾ
എന്താണ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ, അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങളുടെ കമൻസും ഇതിനകത്ത് ഇടുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാമല്ലോ. എന്താ നമ്മളുടെ ഒരു ലോകം, നമ്മളൊരു ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആകുക, ബെറ്റർ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നൊരു ലോകം ആവുക എന്നുള്ളതാണ്. എല്ലാവരെയും സന്തോഷത്തോടെ ജീവിക്കുക ഈ ലോകത്ത്, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും.